അങ്ങനെയാണെങ്കിൽ സുനിലേശത്തിലേക്ക് വരാം. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ ബഹളം. ടി.ഒ. മോഹനൻ അനുകൂലികളും കെ സുധാകരൻ അനുകൂലികളും തമ്മിൽ രൂക്ഷമായ വാക്പോര് ഉണ്ടായിരിക്കുകയാണ്. ടി.ഒ. മോഹനൻ UDF സ്ഥാനാർത്ഥിയാകുമെന്നതായിരുന്നു രാവിലെ മുതൽ വന്നിരുന്ന വാർത്ത. അന്തിമ പട്ടിക പുറത്തുവരുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു ടി.ഒ. മോഹനൻ. അനുകൂലികൾ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ടി.ഒ. മോഹനനും. അതിനിടയിലാണ് കെ സുധാകരനെ വീണ്ടും സ്ഥാനാർത്ഥിയായി തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറെടുത്തത്. കെ സുധാകരന് മാത്രം ഇളവ് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിൽ വാക്പോരിലേക്ക്, ചെറിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കണ്ണൂർ നിയമസഭ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും അംഗീകരിക്കും. വേറെ ഒന്നും പറയാനില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും കോൺഗ്രസ് പാർട്ടി UDF അത് അംഗീകരിക്കും. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരാൾ അംഗീകരിക്കും? ഓക്കെ. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഇതിപ്പോൾ കെ സുധാകരൻ ഇളവ് നൽകാനെടുത്ത തീരുമാനം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തർക്കങ്ങളിലേക്ക്, സംഘർഷത്തിലേക്കൊക്കെ കൊണ്ടുപോവുകയാണോ? ഇതിനകത്ത് ഇപ്പോൾ DCC ഓഫീസിനകത്ത് നേരത്തെ തന്നെ ഒരു അതുപോലെ ബ്ലോക്ക് അംഗങ്ങളുടെ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ചേർന്നിരുന്നു. കണ്ണൂർ അതുപോലെ തന്നെ എടക്കാട് ബ്ലോക്ക് ഭാരവാഹികളുടെ യോഗമാണ് ചേർന്നിരുന്നത്. ഈ യോഗത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം. അതായത് സ്ഥാനാർത്ഥി ആരാ, എന്താ കാര്യങ്ങളല്ലേ ഹൈക്കമാൻഡ് പറയുമ്പോൾ നിങ്ങൾ കേട്ടാ പറയും. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ ആഫീസിൽ മീറ്റിംഗ് കൂടുന്നുണ്ട്, ആ മീറ്റിംഗ് അവിടെ നടക്കും. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് പ്ലീസ് നിങ്ങൾ അറിയിക്കും. ആഫീസിന്റെ ഉള്ളിൽ ദിവ്യ, ഇതിനകത്ത് DCC പ്രസിഡന്റ് ഇതിനകത്തുള്ള ഒരു വിമർശനം ഉന്നയിച്ചതാണ്. അതായത് മാധ്യമങ്ങൾ അകത്ത് കയറി യോഗം നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, അതായത് കണ്ണൂർ അതുപോലെ തന്നെ എടക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ യോഗമാണ് DCC ഓഫീസിൽ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ചേരുന്നത്. ഈ യോഗത്തിനകത്താണ് സുധാകരന്റെയും അതുപോലെ തന്നെ ടി.ഒ. മോഹന്റെയും സ്ഥാനാർത്ഥിത്വത്തിൽ സംബന്ധിച്ചിട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. ടി.ഒ. മോഹൻ അനുകൂലമായി കണ്ണൂർ ബ്ലോക്കിൽ നിന്നുള്ളവരും കെ സുധാകരൻ അനുകൂലമായി എടക്കാട് ബ്ലോക്കിൽ നിന്നുള്ള ആൾക്കാർ രംഗത്തെത്തിയതോടുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിനകത്ത് അവസാനം പുറത്തിറങ്ങിയ പാർട്ടി പ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞത്, ഇതിനകത്ത് പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥി, ഹൈക്കമാൻഡ് ആരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നു, അക്കാര്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ സ്ഥാനാർത്ഥി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രവർത്തകരിൽ ഒരാൾ പുറത്തു വന്നിരിക്കുന്നത്. അനുകൂലികളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞോ ജില്ലാ നേതൃത്വത്തിന്? ദിവ്യ, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കണം. ടി.ഒ. മോഹനൻ അനുകൂലികളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞോ ജില്ലാ നേതൃത്വത്തിന്? ഇതിനകത്ത് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒച്ചയും ബഹളമൊന്നുമില്ല. യോഗം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, മാധ്യമങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത് വലിയ തരത്തിൽ വാർത്തയാകുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്കെതിരെ വളരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കെട്ടിടത്തിനകത്തുനിന്ന്, മുറിയിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക്, ഓഫീസിൻ്റെ പുറത്തേക്ക് കിടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏതായാലും യോഗം മുന്നോട്ട് പോവുകയാണ്. ടി.ഒ. മോഹനൻ പക്ഷം ഈ ഘട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉറപ്പ് സ്ഥാനാർത്ഥിത്വമാണ്. നേരത്തെ നമുക്കറിയാം കെ സുധാകരൻ മുന്നോട്ട് വെച്ച പേരുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ടി.ഒ. മോഹനൻ എന്ന് പറയുന്ന നേതാവിലേക്ക് കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിത്വം എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. അത് ഹൈക്കമാൻഡ് ഏകദേശം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ അനുകൂലികൾ കണ്ണൂരിൽ ശക്തിപ്രകടനം നടത്തി ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. പിന്നാലെയാണ് കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തരത്തിലുള്ള പ്രചാരവും വന്നത്. അതിന് ശേഷമാണ് ഇവിടെ കെ സുധാകരനെ അനുകൂലിക്കുന്ന ആൾക്കാർ എത്തുകയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് DCC ഓഫീസിന് മുന്നിൽ എന്തായാലും ആദ്യം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതായിരുന്നു ടി.ഒ. മോഹനൻ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സീറ്റില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. അതാണ് ബഹളത്തിലേക്കും എതിർ സ്വരങ്ങളിലേക്കും പോകുന്നത്. കോൺഗ്രസ് നേതൃയോഗത്തിലാണ് ബഹളമുണ്ടായത്. ഇരുപക്ഷമായി ചേരിതിരിഞ്ഞുകൊണ്ടായിരുന്നു വാക്കുതർക്കവും ബഹളവും. വിവരങ്ങളാണ് ബിജീഷ് ഗോവിന്ദൻ നൽകിയത്.